ഉമ്മമാരെ, സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഒറ്റക്ക് കിടക്കേണ്ട ഒരു സ്ഥലമുണ്ട്. കൂടെ വന്ന് കിടക്കാൻ മക്കൾ ഒരു നിലക്കും ഒരുക്കമാകൂല, കൂട്ടുകാരൊരു നിലക്കും അവിടെ സമ്മതിക്കൂല, ആരും അതിന് തയ്യാറാകൂല. ആ ഒറ്റക്ക് കിടക്കുന്ന കേന്ദ്രത്തില് ഏറ്റവും വലിയ ഉപകാരം കിട്ടുന്നത് എന്നും കൂടെ കൊണ്ട് നടക്കുന്ന അമലാണ്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവരുന്ന ഒരു ഹദീസ് കാണാം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ ബൈത്തല്ലദീ യുഖറഉ ഫീഹിൽ ഖുർആൻ, ഖുർആനോത്ത് നടക്കുന്ന വീട്. നമ്മളെ വീടുകളൊക്കെ എന്നും ഖുർആനോത്ത് നടക്കുന്ന വീടുകളാകണം. മരിക്കുന്ന സമയത്ത് മാത്രം ഖുർആനോത്ത് നടന്നാ പോരാ, എന്നും ഖുർആനോത്ത് വീട്ടിൽ നടക്കണം. അത് വലിയ റഹ്മത്തിനും ബറക്കത്തിനും കാരണമാണ്, വലിയ ശിഫാഇനും ആഫിയത്തിനും കാരണമാണ്. ഖുർആനോത്ത് നടക്കുന്ന വീട് അലൈഹി ഖൈമത്തും മിൻ നൂർ, ആ വീട്ടിൽ ഒരു വെളിച്ചത്തിന്റെ, ഒരു പ്രകാശത്തിന്റെ ഖൈമയുണ്ട്. യഖ്തദി ബിഹാ അഹ്ലുസ്സമാ, ആ ഖൈമയോട് അനുകരിക്കുന്നത് ആകാശലോകത്തുള്ള ആളുകളാണ്. മലക്കുകളില്ലേ ആകാശലോകത്ത്, എണ്ണം നിർണയിക്കാൻ കഴിയാത്ത അത്രയും ഇല്ലേ. കമാ യഖ്തദി ബിൽ കൗകബിദ്ദുദ്ദി ഫീ ലുജജിൽ ബിഹാർ വഫിൽ അർളിൽ ഖഫരി, പ്രകാശിക്കുന്ന നക്ഷത്രത്തെ നോക്കിയിട്ട് ആഴക്കടലിലുള്ള മത്സ്യങ്ങളും മറ്റുമൊക്കെ സഞ്ചരിക്കുന്നത് പോലെ, മരുഭൂമിയിൽ അടയാളമില്ലാത്ത ഭൂമിയിൽ നക്ഷത്രത്തെ അടയാളം വെച്ച് ആളുകൾ സഞ്ചരിക്കും പോലെ, അനുകരിക്കും പോലെ, ഈ ഖുർആൻ ഓതുന്ന വീടിന്റെ മുകൾ ഭാഗത്ത് പ്രകാശത്താലുള്ള നല്ലൊരു ഖൈമയുണ്ട്. യഖ്തദി ബിഹാ അഹ്ലുസ്സമാ, ആകാശ ലോകത്തുള്ളവര് ആ ഖൈമയെ പിന്തുടരുന്നു. ഫഇദാ മാത സ്വാഹിബുൽ ഖുർആൻ, ആ വീട്ടിൽ ഖുർആൻ ഓതുന്ന ആള് മരണപ്പെട്ടു പോയാൽ, റുഫിഅത്തിൽ കൽ ഖൈമതു, ആ വീടിന്റെ മേലെയുള്ള ഖൈമ നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് നോക്കിയാൽ കാണുന്ന ഖൈമയല്ലത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അനുഗ്രഹിച്ച പ്രകാശത്തിന്റെ ഒരു ഖൈമയുണ്ട്. റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഖുർആൻ ഓതുന്ന വീട്ടിലേക്ക് വരുന്നത് മലക്കുകളുടെ യഥാർത്ഥ രൂപത്തിലല്ല, മറ്റൊരു വിളക്കിന്റെ പ്രകാശത്തിന്റെ രൂപത്തിൽ മഹാന്മാർ പലരും കണ്ടിട്ടുണ്ട്.